ഹാലിറു യാ ഹാലിറു മുത്ത് നബിയുള്ള ഹാലിറു ഹാലിറു യാ ഹാലിറു മുഹിയുദ്ദീൻ തങ്ങൾ ഹാലിറു. ഇബ്രാഹിം ബാദുഷാ എന്ന് പറയുന്ന ഒരു കഥയിലെ ഒരു സാങ്കല്പിക കഥാപാത്രം. അല്ല എന്ന് തെളിയിക്കാൻ ചങ്കൂറ്റമുള്ള ആർക്കും കടന്നു വരാം. അസ്സലാമു അലൈക്കും. ചില ആളുകള് ഹാലിർ വിളിക്കുന്ന കാര്യം സംബന്ധിച്ചുകൊണ്ട് നമ്മൾ മുൻപ് പല വീഡിയോകളിലൂടെ പരാമർശിച്ചിട്ടുണ്ട്. അത് സംബന്ധമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഹാലിർ വിളി സംബന്ധമായിട്ട് ഒരു ഉസ്താദ് പറയുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഹാലിർ വിളികൾ കേൾക്കാനുണ്ട്. അത് നമുക്ക് ആ ഉസ്താദ് പറയുന്ന വാക്കുകളിലേക്ക് പോവാം. ആളുകൾ, മഹത്തുക്കളായ ആളുകൾ, അത് ആരുടെയും ശരീരത്തിൽ വന്ന് കയറൂല കേട്ടോ. അങ്ങനെ നിങ്ങൾ ആരും വിചാരിക്കരുത്. ആരുടെയെങ്കിലും ശരീരത്തിൽ വന്ന് കയറുന്നവരല്ല മഹത്തുക്കൾ. മഹാന്മാർ അത്രമാത്രം വലിയവരാ. അവരുടെ നിന്നും ഒരു ഏരിയയിൽ അടുത്തു പോകാൻ മഹാനായ ഇബ്രാഹിം ബാദുഷാ ഉപ്പാപ്പയുടെ ചെരുപ്പിന്റെ അടിയിൽ പറ്റിയിരിക്കുന്ന ഒരു മണ്ണെടുക്കാൻ പോലും നമുക്ക് അർഹതയില്ലാത്തവരാ. അതുകൊണ്ട് ആ മഹത്തുക്കൾ, എർവാടി ഉപ്പാപ്പ എന്റെ ശരീരത്തിലുണ്ട്, അല്ലെങ്കിൽ ഭീമാവും വെച്ച എന്റെ ശരീരത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആ ഒരു പൊട്ടീസിലൊന്നും ആരും പെട്ടുപോകാൻ നിൽക്കണ്ട. മഹത്തുക്കളൊന്നും ഒരാളുടെ ശരീരത്തിലും കയറൂല. അവരൊക്കെ വലിയ വലിയ മഹത്തുക്കളാ. അവരുടെ റൂഹുകളൊന്നും അങ്ങനൊന്നും പോവില്ല. അവർക്ക് വലിയ വലിയ സ്വാലിഹീങ്ങളായ ആളുകളുടെ അടുക്കൽ വരികയും അവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അത് നമുക്ക് പറയാം. ഇവിടെ ഈ ഉസ്താദ് പറയുന്നത് ഇബ്രാഹിം ബാദുഷാ എന്ന് പറയുന്ന ഒരു കഥയിലെ ഒരു സാങ്കല്പിക കഥാപാത്രം. അല്ല എന്ന് തെളിയിക്കാൻ ചങ്കൂറ്റമുള്ള ആർക്കും വരാം, കടന്നു വരാം. ഇബ്രാഹിം ബാദുഷ ജീവിച്ചിരുന്നിരുന്നു എന്നുള്ളതിന് തെളിവ് സഹിതം ഏത് കാലഘട്ടത്തിൽ അതിന്റെ തെളിവുകൾ എന്താണെങ്കിൽ അതുമായിട്ട് കടന്നു വരാം. ക്ഷമാപണം പറയാൻ തയ്യാറാണ്. ഇല്ലാത്ത സാഹചര്യത്തിൽ ഇബ്രാഹിം ബാദുഷാ എന്നുള്ളത് അബു താഹിർ എന്ന് പറയുന്ന നല്ല ബാദുഷാ എന്ന് പറയുന്ന ആളുടെ ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. ഇവിടെ എൻ്റെ വല്യപ്പ ഇബ്രാഹിം ബാദുഷ ഉണ്ട്, അവിടെ അർക്കസം ഉണ്ട്, അവിടെ അബ്ബാസ് മന്ത്രി ഉണ്ട്, അവിടെ അക്കീം ഡോക്ടർ ഉണ്ട്, അവിടെ മറ്റേ 6666 മുഴുവൻ ശ്രോതാക്കളുണ്ട്. ആരെടുത്താണ് അവർ യുദ്ധം ചെയ്തത്, ധർമ്മസമരം നടത്തിയത്, അതൊന്നും ചോദിക്കരുത്. കഥയിൽ ചോദ്യമില്ല. ഇത് വഹാബിയാവും എന്ന് പറഞ്ഞ് തള്ളുന്ന ആ തള്ളലല്ല. അപ്പൊ എന്തായാലും ഇബ്രാഹിം ബാദുഷയുടെ റൂഹ് ആരമേതിനും കയറൂല എന്ന് പറഞ്ഞാൽ ഉള്ള ആളുടെ റൂഹ് തന്നെ കയറില്ല, പിന്നെ ഇല്ലാത്ത ആളുടെ റൂഹ് കയറും. ഇല്ലാത്ത റൂഹ് എങ്ങിട്ട് കയറാനാണ് അല്ലേ? ഇനി ഉസ്താദ് പറഞ്ഞുകൊണ്ടിരുന്നത് വേറൊരു കാര്യത്തിക്കാണ്. ഇൻഷാ അല്ലാഹ് അഹ്ലുൽ റൂലിയൊക്കെ നമുക്ക് കാണാം. അതിന് മുമ്പ് ഇതും കൂടി തീരട്ടെ, മൂപ്പര കഴിഞ്ഞിട്ടാണ് പോട്ടെ. പറഞ്ഞ ഉസ്താദെ, ശരീരത്തിൽ കയറിപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് ജിന്നുകളാണ്, ഷൈത്വാന്മാരാണ്. അത് വരികയും ചെയ്യും. ചില ഷൈത്വാന്മാരൊക്കെ എന്താകും, ആ രൂപത്തിൽ വരും. പറ്റിക്കാൻ ഇപ്പൊ എന്തും പറ്റുമല്ലോ. പറ്റിക്കലിനകത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ എർവാടിയിലെ ഉപ്പാപ്പയാന്ന് പറഞ്ഞ് എർവാടി ചാത്തന്മാരുണ്ട് ഇതിന് ചുറ്റും. മനസ്സിലായോ? അത് ഇനി ഷെയ്ത്താന്മാര് കയറും. അങ്ങനെ ഷെയ്ത്താന്മാര് കയറുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിനുള്ള മറുമരുന്നൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ട് എന്നുള്ളൊരു തോതിലുള്ള സംസാരമാണത്. ഇബ്രാഹിം ബാദുഷാ എന്ന് പറഞ്ഞ സംഭവമില്ല. ഇബ്രാഹിം ബാദുഷാ കയറൂല. പിന്നെ ഷെയ്ത്താന്മാരും കയറൂല. ഷെയ്ത്താന്മാര് അപ്പൊ പറയും എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ അടിച്ചില്ലേ. അങ്ങനെ അടിച്ചു എങ്കിൽ തന്നെ ഷെയ്ത്താൻ കയറിയത് അള്ളാന്റെ റസൂലിനെ അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ റസൂലുള്ള ചെയ്തു എന്നൊരു ഹദീസ് ഉണ്ടെങ്കിൽ അത് റസൂലുള്ളല്ലേ? ഇവിടെ ആരാണ് ഷെയ്ത്താനെ കണ്ട തിരിച്ചറിയുന്ന ആളുള്ളത്? ഷെയ്ത്താനെക്കാട്ടിലും കട്ടയായിട്ട് നടക്കുന്ന, കട്ടപ്പൊക്കയായിട്ട് നടക്കുന്ന ആളുകളല്ലേ. നമുക്ക് എന്തായാലും അത് പറഞ്ഞാല് വിഷയം മാറിപ്പോകുള്ളൂ. പിന്നെ നിതപ്പ വിളി തുടങ്ങും ആൾക്കാര് അത് തിരുത്താൻ വേണ്ടിയിട്ട്. സമയമില്ലാത്ത സമയത്ത് ഇനി പൈന നിൽക്കുന്നില്ല. എന്തായാലും നമുക്ക് 4 ഹാലിർ വിളി കാണാം. വിളിച്ചാണി. ഇജാതി ഹാലിർ വിളി വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഷെയ്ഖ് ഉണ്ടെങ്കിൽ അത് കബറിന്ന് നീച്ചോടും. വല്ലാത്ത ജാതി ഹാലിർ വിളിയായിപ്പോയി.
വിളിച്ച് അവസാനം ഉസ്തു ചത്തു, പവനായി ശവമായി. ഹാലൊരു വിളി ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കണ വിളിയല്ല വിളിക്കേണ്ടത്, ഒരു മയത്തിൽ വിളിക്കണം. ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആ വീഡിയോ കിട്ടുകയാണെന്ന് ചേർക്കാം. ഇനി അഥവാ അത് വീഡിയോ കിട്ടിയിട്ടില്ല, ചേർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് കേട്ടോളൂ. ഹാലിറു യാ ഹാലിറു ഇമ്മജലിസിൽ ഹാലിറു. ഒരു സൗമ്യതയിൽ വിളിക്കട്ടെ, അല്ലാണ്ട് ഹാലിറു 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 എന്ന് പറഞ്ഞിട്ട് പേടിച്ചോളൂ. ഇപ്പൊ ഹാലിറാകാൻ വരുന്നു പറഞ്ഞാൽ തന്നെ ഇത് ഇവരുടെ വാദത്തിന് നമുക്ക് അത് കരുതുക, എന്നാൽ തന്നെ പേടിച്ചോടൂലേ. ഹാലിറു യാ ഹാലിറു സിയം മടവൂർ ഹാലിറു വന്നാൽ ഈ ഒരു ബുക്കും കൊടുത്തു കൂടായിരുന്നു. ഏതായാലും പ്രിയമുള്ളവരെ, ഹാലിറു വിളി ഹാലിറാക്കലും ഈ തരികിടയൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹാലിറോ യാ ഹാലിറോ അസ്ഹാബുൽ ബദരീങ്ങൾ ഹാലിറോ ഹാലിറോ യാ ഹാലിറോ അസ്ഹാബുൽ ബദരീങ്ങൾ ഹാലിറോ. ഒരു മിനിറ്റ്, ഇതില് ബദരീങ്ങളെയാണ് വിളിക്കുന്നത്. ബദരീങ്ങൾ ആരാണ്? ബദരീങ്ങൾ എന്തിനു വേണ്ടി പോരാടിയവരാണ്? ബദരീങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടി നിലകൊണ്ടവരാണ് എന്നത് മറന്നുകൊണ്ടാണ് ഇനി അടുത്ത ആരെ വിളിക്കുന്നത് നോക്കാം. ഈ ബദരീങ്ങൾക്കൊപ്പം വിളിക്കുന്ന തീജാനി റളിയല്ലാഹു അൻഹു. തീജാനി എന്താണ്? തീജാനി മലക്കാണോ, ഔലിയാണോ, അല്ലെങ്കിൽ ജിന്നാണോ? എനിക്കറിയില്ല.
തീജാനി അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യുണ്ടോ. ബദരീങ്ങൾക്ക് ശേഷം വേറെ കുറേ ആളുകളെ വിളിക്കുന്നുണ്ട്. അതിന് മുമ്പ് വിളിക്കാൻ മാത്രം പവറുള്ള അല്ലെങ്കിൽ ദർജ കൂടിയ ഈ തീജാനി എന്താണെന്നുള്ളത് ഒന്ന് അറിയണം. അടുത്ത ആരൊക്കെയാണ് വിളിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. Hallelujah, hallelujah, Malik dinar papa hallelujah, 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 Khidr Nabi alayhi salam hallelujah, 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 O manur shuhadakal hallelujah, 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 O manur shuhadakal hallelujah, 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 Khidr Nabi alayhi salam hallelujah, 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 Muhyiddin Shaykh tangal papa hallelujah, 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 Ahmadul Qabir Rifai hallelujah, 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 Ajmer Khwaja hallelujah, 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 Qutbina Qutb Sultan Sayyid Ibrahim Batu Shair Wade hallelujah, hallelujah, Kam Sufi Papa hallelujah, 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 മഹാനായ മർഹൂം സയ്യിദ് ആറ്റക്കോയ തങ്ങളുപ്പാപ്പ ഹallelujah, hallelujah, hallelujah, മർഹൂം സയ്യിദ് മുത്തുകോയ തങ്ങളുപ്പാപ്പ hallelujah, മർഹബാ മർഹബാ. അങ്ങനെ ഷെയ്ഖന്മാരെയും ഒക്കെ വിളിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇനി വിളിക്കുന്നൊരു പേര് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ ഹല്ലേലൂയ സയ്യിദനാ ബൽഖീസുമ്മ ഹാലിറൂയ ഹാലിറൂ ബൽക്കീസുമ്മ ഹാലിറൂ. ആരാണ് ഈ ബൽക്കീസുമ്മ? ബിൽക്കീസ് ബാനു ആണോ? സുലൈമാൻ നബിയുടെ കാലത്തെ ബൽക്കീസ് റാണിയാണോ? ബിൽക്കീസ് തന്നെയാണ്. ബിൽക്കീസ് എന്നുള്ളതാണ്, ബൽക്കീസ് എന്നുള്ളതല്ല, ബിൽക്കീസാണ്. ബിൽക്കീസ് റാണിയാണോ? ആരാണ് ബിൽക്കീസുമ്മ? ഇനി അടുത്തത് രോഗങ്ങളൊക്കെ മാറ്റുന്നുണ്ട്, നാളെ ചികിത്സ തുടങ്ങുന്നുണ്ട് എന്ന് പറയുന്ന ഡോക്ടർ ഹാമിദിന്റെ ഹാലിറുവിളി ഒന്ന് കേട്ടു നോക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ ഡോക്ടർ ജാഫർ മുഹമ്മദ് ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ ഡോക്ടർ ജാഫർ സാദിഖ് ഹല്ലേലൂയ, കേട്ടോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹാലിറുയ ഹാലിറു ഡോക്ടർ ജാഫർ മുഹമ്മദ് ഹാലിറു. ഏതാ, മൗലാനയിലത്തെ ഡോക്ടറാണോ അതോ അൽഷിഫയിലത്തെ ഡോക്ടറോ? അത് കഴിഞ്ഞിട്ട് ഹാലിറുയ ഹാലിറു ഡോക്ടർ ജാഫർ സാദിഖ് ഹാലിറു. എന്താണിത്? ഇത് ഏത് ഡോക്ടറാണ്? മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണോ അതോ പിന്നെ ഗവൺമെൻറ് ആസ്പത്രിയുടെ ഡോക്ടറാണോ അതോ അടുത്തുള്ള PHCത്തെ ഡോക്ടറാണോ? ഇവിടെ നിങ്ങൾക്ക് കേൾക്കണോ? ഹാലിറു വിളിക്കല്ലേ ഒരുപാട് തവണ ഞാൻ വിളി കേൾക്കുന്നിടത്ത് പോയിട്ടൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ഇതിൽ മനുഷ്യരെ ഓൺലൈനിലൂടെ വളരെ മൃദുവായിട്ട് പറ്റിക്കുന്നത് കാണുമ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. ഇയാളെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് പോസ്റ്റൊക്കെ ചെയ്തിരുന്നു, ലോക്ക്ഡൗൺ നാറ്റക്കോയത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഇത്രയും മാരകമാണ് എന്നുള്ളത് അന്ന് അറിയില്ലായിരുന്നു. എൻ്റെ വീടിനടുത്ത് കുറച്ച് അടുത്തായിട്ടാണ് ഞാൻ താമസിക്കുന്നതിന്, വലിയ ദൂരമില്ലാത്തൊരു സ്ഥലത്താണിതുള്ളത്. എന്തായാലും ഹാലിറുവിളിയെക്കുറിച്ച് ഇതിൽ സാധാരണ ഹാലിറു വിളിക്കുന്നതിൽ നിന്ന് ഒരു കാര്യം മാത്രം, ബദരീങ്ങൾ വിളിച്ചപ്പോൾ അതിൽ റസൂലുള്ള പെട്ടിട്ടുണ്ടാവും. സാധാരണ ആളുകൾ വിളിക്കുന്നത് ഹാലിറു യാ ഹാലിറു മുത്ത് നബിയുള്ള ഹാലിറു എന്നാണ് വിളിക്കുക. അത് കഴിഞ്ഞിട്ട് ഹാലിറു യാ ഹാലിറു ഇങ്ങനെ ആടുട്ടോ. ഹാലിറു യാ ഹാലിറു മുഹിയുദ്ദീൻ തങ്ങൾ ഹാലിറു. ഈ ഹാലിറുകളുടെ ഒരു കാര്യം കേൾക്കണം നിങ്ങൾക്ക്. ഇത് ഈ വിളിക്കുന്നവർക്കറിയാം ഇവരാരും വരൂല എന്നുള്ളത്. വിളി കേട്ടുകൊണ്ടിരിക്കുന്ന സാധുക്കളെ പറ്റിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ഹാലിറു വിളിച്ചാൽ ആൾ വരൂല, അല്ലെങ്കിൽ മരിച്ചു പോയാൽ എങ്ങനെയാണ് കബറിന്ന് നീച്ചു വരിക? മൂടുകല്ലും വെച്ച് മണ്ണിട്ട് മൂടിയ ആളുകൾ എങ്ങനെ നീച്ചു വരും? ഇനി അതിൽ അള്ളാഹു പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇൻകിതാഉൽ അമാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അറബ് വാക്കിൻ്റെ അർത്ഥം അമലുകൾ നിലയ്ക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞു പോയാലും ജീവൻ അവശേഷിക്കുന്നു. സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റു ഒന്നും ചെയ്യില്ല. ജീവനും പോയി കഴിഞ്ഞാൽ ആ ശരീരം, ആ ജസ്ദ് പിന്നെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഖബറിൽ വെക്കാനുള്ളതാണ്. കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് നേരെ കൊണ്ടുപോയിട്ട് കുജിലിറക്കി വെക്കുക, മണ്ണിട്ട് മൂടുക. ശരീരത്തിൽ നിന്നും റോഹും ജീവനും പോയി കഴിഞ്ഞാൽ അമാലുകൾ നഷ്ടപ്പെട്ടു, അമാലുകൾ ഇൻകത്താൽ അമാലാണ് നിലച്ചു പോയി എന്ന് നമുക്ക് പഠനങ്ങളിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കാൻ കഴിയും. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ അടുത്ത് ശുഹദാക്കൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധീരരക്തസാക്ഷികളായ ഷഹീദുകളായ ശുഹദാക്കൾ പോയിക്കൊണ്ട് അള്ളാഹുവോട് പറയുന്നൊരു സന്ദർഭം വിവരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരിക്കൽ കൂടി ഭൂമി ലോകത്തേക്ക് പോവുകയും ശത്രുക്കളോട് യുദ്ധം ചെയ്തുകൊണ്ട്
ഷഹാദത്ത് വരിക്കുകയും മരണപ്പെടുകയും ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ട്, അത് ഞങ്ങൾക്ക് സാധിച്ചു തരണം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇല്ല, അത് നിലച്ചുപോയി. അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൽ പെട്ട കാര്യമേ അല്ലാതെ മരണപ്പെട്ടു പോയവർക്ക് ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമമല്ല എന്ന് അള്ളാഹു പറയുന്നു. ഇവർ വിളിക്കുന്നു ഹാലിറു യാ ഹാലിറു തീജാനി റളിയല്ലാഹു ഹാലിറു. എന്ത് തീജാനി? തീജാനി ജീവിച്ചിരിക്കുന്നതാണോ മരിച്ചതാണോ ജിന്നാണോ മലക്കാണോ ഔലിയാണോ ശൈത്താനാണോ ഒന്നും അറിയില്ല, വിളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇത്തരം ഇടത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. അള്ളാന്റെ റസൂലിൻ്റെയും ആ ഒരു മാർഗത്തിലേക്ക് ഇറങ്ങിക്കോളിയും, അല്ലെങ്കിൽ ഈ തലകെട്ടിയർ നിങ്ങളെ പറ്റിക്കും എന്നാണ് ഈ സാധുവിന് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.